മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായിട്ട് പഴുത്തുപോയ പഴം നമുക്ക് കളയാണ്ട് നമുക്കൊരു കപ്പ് കേക്കാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 പഴമാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് പഴുത്തതാണ്. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അത് മിക്സിയിലിട്ടാണേലും ഉടച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ചെറിയ കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം ബട്ടർ ആണെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൊത്തം 3/4 കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യം. 1/2 കപ്പ് മൈദ ആദ്യം ഇട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള 1/4 കപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് കളേർഡ് വെർമിസെല്ലിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കളേർഡ് വെർമിസെല്ലിയും ചോക്ലേറ്റ് ചിപ്സുമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കപ്പ് കേക്ക്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ് കേക്ക്സ് ഒക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം.